Hi students, welcome back to Bosco Campus Vision. I am Marina Michael, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the 26th lecture of Investment Management for S5 BBA students. Let's continue with the topic National Stock Exchange and its management, purpose, vision and values. In this session, we are going to discuss the management, purpose, vision and values of National Stock Exchange. National Stock Exchange was incorporated in the year 1992, provides trading in the equity as well as debt market. Maximum volumes takes place on NSE and hence enjoy leadership position in the country today. One of the major national stock exchanges in India is the National Stock Exchange. Maximum volumes അതുവഴിയായിട്ടാണ് കൺട്രിയിലെ ലീഡർഷിപ്പ് പൊസിഷൻ NSEക്ക് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. Management of National Stock Exchange (NSE). NSE has adopted the form of a demutualized exchange, that is, the ownership, management and trading is in the hands of three different sets of people. NSE is owned by a set of leading financial institutions, banks, insurance companies and other financial intermediaries and is managed by professionals who do not directly or indirectly trade on the exchange. This has completely eliminated any conflict of interest and helped NSE in aggressively pursuing policies and practices within a public interest framework. NSE എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ലീഡിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്ക്സും ഇൻഷുറൻസ് കമ്പനീസും ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇത് ഓൺ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഓണർഷിപ്പും മാനേജ്മെന്റും ട്രേഡിംഗ് എന്ന് പറയുന്നത് 3 ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് പീപ്പിളുടെ കയ്യിലാണ്. ഈ മാനേജ് ചെയ്യുന്ന വ്യക്തികൾ ഒരു തരത്തിലും ഈ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നവരാകരുത്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഒരു വ്യക്തി താല്പര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഈ സിസ്റ്റം completely eliminated any conflict of interest and helped NSE in aggressively pursuing policies and practices within a public interest framework. ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഫ്രെയിംവർക്ക് നിന്നുകൊണ്ട് അങ്ങനെയുള്ള സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള പോളിസീസും പ്രാക്ടീസസും റൂൾസും റെഗുലേഷൻസും ഒക്കെ NSEക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ ഇത് സാധ്യമാക്കി തീർക്കുന്നു. കാരണം ഈ മാനേജ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ എക്സ്ചേഞ്ചിൽ ഒരു തരത്തിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസിലും ഏർപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ NSEക്ക് കഴിയുന്നു. Next is its board. Its board comprises of senior executives from promoter institutions, eminent professionals in the field of law, economics, accountancy, finance, taxation, and public representatives, nominees of SEBI, and one full-time executive of the exchange. NSEയുടെ ബോർഡിൽ ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ഈ പഠിക്കുന്നത്. സീനിയർ എക്സിക്യൂട്ടീവ്സ്, പ്രൊമോട്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സീനിയർ എക്സിക്യൂട്ടീവ്സും എമിനന്റ് പ്രൊഫഷണൽസ്. ഏതൊക്കെ ഫീൽഡാണ്? ലോ, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ഫിനാൻസ്, ടാക്സേഷൻ ആൻഡ് പബ്ലിക് റെപ്രസെന്റേറ്റീവ്സ്. ദെൻ നോമിനീസ് ഓഫ് സെബി ആൻഡ് വൺ ഫുൾ ടൈം എക്സിക്യൂട്ടീവ് ഓഫ് ദി എക്സ്ചേഞ്ച്. Management of National Stock Exchange. Its board, how it works. While the board deals with the broad policy issues, then decisions relating to market operations are delegated by the board to various committees constituted by it. Okay, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അന്നേരം ബ്രോഡ് പോളിസി ഇഷ്യൂസ് ഒക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ബോർഡ് തന്നെ തീരുമാനിക്കുകയും മാർക്കറ്റ് ഓപ്പറേഷൻസുമായിട്ടുള്ള ഡിസിഷൻസ് ബോർഡ് അതിനു വേണ്ടിയിട്ട് വേരിയസ് കമ്മിറ്റീസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് മാർക്കറ്റ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസിഷൻസും തന്നെ എടുക്കുന്നത്.
Then ആ കമ്മിറ്റീസിൽ ട്രേഡിംഗ് മെമ്പേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സും പ്രൊഫഷണൽസും പബ്ലിക് ആൻഡ് മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ്സും ഉണ്ടായിരിക്കും. Then ഈ ഡേ ടു ഡേ മാനേജ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ദാറ്റ് ഈസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡേ ടു ഡേ മാനേജ്മെന്റ് ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത് ടു ദി മാനേജിംഗ് ഡയറക്ടർ ആണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം ഓഫ് പ്രൊഫഷണൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും. Okay, while the board deals with the broad policy issues, along with that, decisions relating to the market operations are delegated by the board to various committees constituted by it. Such committees include representatives from trading members, professionals, the public, and the management. The day-to-day management of the exchange is delegated to the managing director, who is supported by a team of professional staff. What's the purpose of National Stock Exchange? What is the vision? നമുക്കറിയാം എല്ലാ കമ്പനീസിനും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും ഒരു പേർപ്പസ് ഉണ്ടായിരിക്കും, ഒരു വിഷൻ ഉണ്ടായിരിക്കും, ഒരു മിഷൻ ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Then what is the purpose of National Stock Exchange? The purpose is to commit to improve the financial well-being of the people. Commit to improve the financial well-being of the people. Then what is its vision? To continue to be a leader, establish global presence, facilitate the financial well-being of the people. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിഷനിൽ കണ്ടിന്യൂ ടു ബി എ ലീഡർ, എപ്പോഴൊക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര കാലം വരെ ഉണ്ടോ അതുവരെയും എന്ത് തന്നെ ആയിരിക്കണം, ലീഡർ തന്നെ ആയിരിക്കണം. Then establish global presence, facilitate the financial well-being of the people. Next is values of National Stock Exchange. Which are the values propounded by National Stock Exchange? NSE is committed to the following core values. First one, integrity. Second one, customer focused culture. Third one, trust, respect and care for the individual. Next, passion for excellence. Then lastly, teamwork. നമുക്കറിയാം ഇതൊക്കെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ ഏതൊരു കമ്പനിയുടെയും എക്സിസ്റ്റൻസിന് സർവൈവലിന് ആവശ്യമായിട്ടുള്ള വാല്യൂസ് ആണ്. അതൊക്കെ തന്നെയാണ് ഇന്ത്യയിലെ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒന്നായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വാല്യൂസും. ഫസ്റ്റ് വൺ, ഇന്റഗ്രിറ്റി. സെക്കൻഡ് വൺ, കസ്റ്റമർ ഫോക്കസ്ഡ് കൾച്ചർ. കസ്റ്റമേഴ്സ് ആണ് ഏതൊരു ഓർഗനൈസേഷന്റെയും പ്രമുഖ വ്യക്തി. അന്നേരം കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ ട്രസ്റ്റ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക. ദെൻ പാഷൻ ഫോർ എക്സലൻസ്, വെറുതെ നിലകൊള്ളുകയില്ല, എക്സലന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം. ദെൻ ലാസ്റ്റ്ലി ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി എ ടീം വർക്ക്. Thank you students. Thank you and God bless you.